ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കമൻറ്റിന് റിപ്ലൈ തരാനായിട്ടോ. മോശം കമൻറ്റൊന്നുമല്ല, എനിക്ക് സാധാരണ കമൻറ്റൊക്കെ വരുമ്പോൾ ഞാനത് വായിച്ച് വീഡിയോ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് വരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നൈറ്റ് റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങൾ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ, എന്നാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വന്നത്, ഒരു മിനിറ്റ് ഞാൻ അത് വായിച്ചേൽപ്പിക്കാം. നല്ല ഹാങ് ആവുന്നുണ്ട്, ഫോൺ നല്ല ഹാങ് ആവുന്നുണ്ട്. ഫോണല്ല, ടാബ്. സംഭവം എടുക്കാനൊന്നും എനിക്കറിയത്തില്ല. ഇതിൽ ചേട്ടയുടെ വർക്കിൻ്റെയാണ്. അപ്പോൾ അതിൽ യൂട്യൂബിൽ കയറിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കിട്ടി, സൗണ്ട് കുറച്ച് വയ്ക്കാം. അയ്യോ, കൂട്ടിയതാണ്. എൻ്റെ ആ ഒരു വീഡിയോ 1500 പേര് കണ്ടു കേട്ടോ. അശ്ശോ, ആ കമൻറ്റ് കാണുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലുണ്ട് ആരാണ് അയച്ചേക്കുന്നതെന്നൊരു സംഭവം അതിനകത്തുണ്ട്. ഞാനതിവിടെ കൊടുത്തേക്കാം. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. നമ്മുടെ ബാക്കി 2 കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ അത് വായിച്ചേൽപ്പിക്കാവേ. സുബീസ് വ്ലോഗ്, സുബി ചേച്ചി അയച്ചേക്കുന്നത്. സൂപ്പർ നീലു വെള്ളയപ്പം. ഞാൻ അതിൽ അപ്പം ഉണ്ടാക്കുന്നുണ്ട്, വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്, വീഡിയോ ഇഷ്ടം ചേച്ചി, താങ്ക് യു. പിന്നെ അച്ചുമോൻ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണെടാ. എനിക്കറിയാം ചേച്ചി, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് വീഡിയോ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വന്ന കമൻറ്റിന് ഉള്ള റിപ്ലൈ കൊടുക്കാം. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ലായിരുന്നു. ഇനി അതുകൊണ്ടാണോ അവർ ഡിലീറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അത് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടല്ലോ, ഓൾറെഡി കണ്ടല്ലോ. ചേച്ചിക്ക് ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആണാവാനാണോ പെണ്ണാവാനാണോ ഇഷ്ടമെന്ന് ആണ് ആൾ ചോദിച്ചേക്കുന്നത്. ആണാണോ പെണ്ണാന്ന് പറയില്ല, ഷൈനി എന്നാണ് തോന്നുന്നു അക്കൗണ്ടിൻ്റെ പേര്. ഓക്കെ, ഷൈനി 1179 അക്കൗണ്ടിൻ്റെ ആ ഒരു ഐഡിന്നാണ് നമുക്ക് കമൻറ്റ് വന്നേക്കുന്നത്. അപ്പം ചോദിച്ചേക്കുന്ന ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പണ്ട് മുതലേ മറ്റുള്ളവർ എൻ്റെ കൂട്ടുകാരൊക്കെ എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുള്ളതും ഞാൻ ചിന്തിച്ചിട്ടുള്ളതും ഒക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ജന്മത്തിൽ ആണാവാനാണോ പെണ്ണാവാനാണോ ഇഷ്ടം? ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നേരത്തെ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അടുത്ത ജന്മത്തിലെങ്കിലും ഒരാണായിട്ട് ജനിച്ചു, ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് ആണായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പലരെയും എനിക്കറിയാം കേട്ടോ. ഞാനങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ സ്റ്റാൻഡ് ഒരിടത്ത് നിൽക്കുന്നില്ല, അവിടെ ഇരി സ്റ്റാൻഡ് ഇതാ പോകുന്നു താഴോട്ട്. സ്റ്റാൻഡ് താഴോട്ട് പോകുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം എനിക്കെന്ന് വെച്ചാൽ, ഈ ജന്മത്തിൽ ഞാൻ നേരത്തെ കല്യാണത്തിന് മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, വേദന സഹിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴേ പെണ്ണായിട്ട് ജനിക്കണ്ടായിരുന്നു, ആണായിട്ട് ജനിച്ചാൽ മതി എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ഉത്സവം നാട്ടിൻപുറങ്ങളിലായാലും, കൂടുതലും നാട്ടിൻപുറങ്ങളിലാണ് പെൺപിള്ളേരെ അങ്ങനെ അങ്ങോട്ട് വിടാത്തതും ഒക്കെ. സിറ്റിയിൽ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവരെ വിടാറുണ്ട്, ചിലയിടത്തൊക്കെ വിടാറുണ്ട്, എല്ലായിടത്തും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചിട്ട്, നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുമല്ലോ, ഉത്സവം നടക്കുമ്പോൾ നമ്മുടെ ഈ കെട്ടുത്സവത്തിന് മറ്റേ ഇതുണ്ടല്ലോ, ഫ്ലോട്ട്, കാള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ആമ്പിള്ളേർ പോകുമ്പം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കി നിൽക്കും, റോഡ്സിൻ്റെ സൈഡിൽ പോയി നിന്ന് നോക്കി നിൽക്കും, ഉത്സവം ഘോഷയാത്ര പോകുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ ഈ ആമ്പിള്ളേർ അതിൻ്റെ കൂടെ പോകും, പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ ഈ ചെടിയൊക്കെ കാട്ടിലുള്ള പോച്ചൊക്കെ പറിച്ച് ഇങ്ങനെ നിന്ന് തുള്ളുന്നതൊക്കെ കാണുമ്പോൾ അപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരാണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, എന്നാൽ ഇപ്പോൾ അവരുടെ കൂടെ പോകാമായിരുന്നു എന്ന് എൻ്റെ അമ്മയോട് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ പലരും ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ ഒരു അനുഭവം വെച്ചിട്ടായിരിക്കും അവർ പറയുന്നത്, പെണ്ണായിട്ട് ജനിക്കണ്ടായിരുന്നു, ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, അടുത്ത ജന്മത്തിലെങ്കിലും പെണ്ണായിട്ട് ജനിക്കാതെ ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം എനിക്ക് ആ ഒരു വിഷമം ഇല്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് മാറിയത് ഏത് സമയത്താണെന്ന് വെച്ചാൽ, നീലൂട്ടം ഉണ്ടായതിന് ശേഷം കേട്ടോ എനിക്ക് ആ ഒരു സംഭവം മാറിയത്. ഡെലിവറി എന്ന് പറയുന്നത് പെൺപിള്ളേർക്ക് മാത്രം, ആൺപിള്ളേർക്ക് പ്രസവിക്കാൻ പറ്റത്തില്ലല്ലോ, പെൺപിള്ളേർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമല്ലേ അത്. അപ്പം അതിന് എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ
ചിന്തിക്കാൻ തുടങ്ങിയത് പെണ്ണായിട്ട് ജനിച്ചതിൽ ഒരു കുഴപ്പമില്ല, അത് നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണെന്ന് ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്. കാരണം നീലൂട്ടൻ എപ്പോഴും ഇപ്പം അവൻ പോവാറുണ്ട് എവിടെ ആയാലും. എൻ്റെ സ്റ്റാൻഡ് നേരെ നിൽക്കുന്നില്ല. ഇപ്പം മറ്റുള്ളവരുടെ അടുത്ത് പോവാറുണ്ട്. അവൻ എല്ലാവരുമായിട്ടും നല്ല എന്താ പറയുക, നല്ല അടുപ്പമുണ്ട് അവന്. ഇപ്പം ഇന്ന നമ്മുടെ ആൾക്കാരോട് മാത്രമേ മിണ്ടത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കാണുന്നവരോടെല്ലാം അവൻ നല്ല ആക്റ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ട് അവൻ സംസാരിക്കുന്നത്. ഇപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഇതിലേക്ക് റോഡിൽ കൂടെ ഒരു അമ്മൂമ്മ പോകാമെങ്കിലും അമ്മാമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ പുറകെ പോകുന്നതാണ്. അപ്പം അങ്ങനെ അവൻ മാറി നിൽക്കത്തൊന്നുമില്ല, പേടിച്ച് മാറി നിൽക്കത്തൊന്നുമില്ല. പിന്നെ ചില സമയങ്ങളിൽ അവൻ എന്നെ തന്നെ വിളിക്കും. വേറൊരാൾ ചെയ്യുന്നത് വേണ്ട, ആ ആൾ ചെയ്ത് തരണ്ട, അമ്മ തന്നെ ചെയ്തു തന്നാൽ മതി. എന്നെ അമ്മ എന്നല്ല അന്നമ്മ എന്നാണ് വിളിക്കുന്നത്. അന്നമ്മ തന്നെ ചെയ്തു തന്നാൽ മതി എന്നുള്ള ഒരു ഇത് വരുമ്പോൾ ഞാൻ ആലോചിക്കും, ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ. കാരണം എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായിക്കാണല്ലോ. ആ ഒരു കാര്യം എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവൻ എപ്പോഴും ഇപ്പം തന്നെ ഉറങ്ങിക്കിടക്കും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ എന്നെ കണ്ടില്ലെങ്കിൽ അവ ആദ്യം ചോദിക്കുന്നത് ഇപ്പം ചോദിക്കും അന്നമ്മ എവിടെയെന്ന് ചോദിക്കും. ചേട്ടൻ അടുത്ത് കിടക്കുന്നെങ്കിൽ അച്ഛ അന്നമ്മ എവിടെ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അമ്മ അടുത്തിരിക്കുന്നത് അച്ഛമ്മ അന്നമ്മ എവിടെ എന്ന് ചോദിക്കും. ഇപ്പം വേറെ ആര് ആ സമയത്ത് കരയുവാണെങ്കിൽ വേറെ ആരെടുക്കാൻ ചെന്നാലും അവൻ സമ്മതിക്കത്തില്ല. അവൻ നിലവിളിച്ച് കരയും. ഞാൻ തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ നിലവിളിച്ച് കരയും. ഞാൻ എടുക്കുമ്പോൾ അവൻ കരച്ചിൽ മാറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എന്താ പറയുക, അതിന് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അടുത്ത ജന്മത്തിലാണെങ്കിലും എനിക്ക് പെണ്ണായിട്ട് ജനിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ എൻ്റെ സന്തോഷം. ആ ഒരു സംഭവം മാറി. എന്താണെന്ന് വെച്ചാൽ പെണ്ണായിട്ട് ജനിക്കുകയേ വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഞാനിപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് കേട്ടോ. ഷൈനി എന്നാണ് ചേച്ചിയുടെ പേരെങ്കിൽ ഐഡിയുടെ പേര് ഷൈനി 1172 അങ്ങനെ എന്തോ ഐഡിയ. അപ്പോൾ ഷൈനി ചേച്ചി ഇതാണ് സംഭവം കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല. അടുത്ത ജന്മവും പെണ്ണായിട്ട് ജനിക്കാൻ കഴിയണം. നീലൂട്ടനെ പോലൊരു മോനെ വേണം. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം സന്തോഷമേ ഉള്ളൂ ഈ ജന്മം കിട്ടി. എനിക്കൊന്നും ചേച്ചി ചോദിച്ചത് ഇതുകൊണ്ടായിരിക്കും, ഈ ജോലിയുടെ കാര്യം കൊണ്ടായിരിക്കും. ഞാൻ അന്ന് രാത്രി ഇപ്പം ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലും അടുക്കളയിലെ ജോലികളാണ്. അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒതുക്കി പറക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് എന്നാണ് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം ചേച്ചി അങ്ങനെ ചോദിച്ചത്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്കിപ്പോൾ ഒരു പ്രശ്നമല്ല. എനിക്കിപ്പം ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും മുൻഗണന നീലൂട്ടനാണ്. അപ്പോൾ ആ ബാക്കി ജോലികളും കാര്യങ്ങളും ആരും എന്നെ ബാധിക്കത്തേ ഇല്ല. ജോലിയും ബാധിക്കത്തില്ല, ആരും എന്നെ ബാധിക്കത്തില്ല. എന്നെ ബാധിക്കുന്നത് നീലൂട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പെണ്ണായിട്ട് ജനിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്. അടുത്ത ജന്മത്തിലും എന്താ പറയുക, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഒരു പെണ്ണായിട്ട് ജനിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാഞ്ഞത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് സാധിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിത് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.